അപ്പോൾ നമ്മൾ ഇന്ന് സ്ട്രക്ചറൽ ഡിസൈനിന്റെ കഴിഞ്ഞ ദിവസം നോക്കി എന്തായിരുന്നു, ഒരു സിംഗിളി റീഇൻഫോഴ്സ്ഡ് ബീമിന്റെ ഡിസൈൻ ആയിരുന്നു അല്ലെ. അപ്പൊ നമ്മൾ ഇന്ന് ഒരു ഡബ്ലി റീഇൻഫോഴ്സ്ഡ് ഡിസൈൻ നമ്മൾ തുടങ്ങിയിട്ടില്ല. ഒരു ഡബ്ലി റീഇൻഫോഴ്സ്ഡ് ബീമിന്റെ മൊമെന്റ് ഓഫ് റെസിസ്റ്റൻസ് നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്നാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസം നോക്കിയതിൽ നമ്മൾ പറയുന്നത് എന്താണ്, ആ ഒരു ടെൻസൈൽ അല്ലെങ്കിൽ താഴത്തെ ഭാഗത്ത് മാത്രം കൊടുത്ത റീഇൻഫോഴ്സ്മെന്റ് ആണ് എന്തെടുക്കുന്നത്, എന്ത് ഫോഴ്സ് ആണ് റീഇൻഫോഴ്സ്മെന്റ് എടുക്കുന്നത്. എന്റെയും അമൃത പറഞ്ഞിട്ടില്ല, അവരൊക്കെ പറഞ്ഞ പോലെ ടെൻസൈൽ റീഇൻഫോഴ്സ്മെന്റ് ആണ് നമ്മുടെ റീഇൻഫോഴ്സ്മെന്റ് എടുക്കുന്നത് അല്ലെ. കംപ്രഷൻ ഫോഴ്സ് ആണ് അല്ലെങ്കിൽ കംപ്രസീവ് ആയിട്ട് വരുന്ന സ്ട്രെസ് ആണ് നമ്മുടെ കോൺക്രീറ്റ് എടുക്കുന്നത്. അപ്പൊ നമ്മുടെ കുറച്ചും കൂടെ ഈ ഒരു കോൺക്രീറ്റ് സ്ട്രെങ്തൻ ചെയ്യണമെങ്കിൽ നമ്മൾ അതിനകത്തേക്ക് എന്ത് ആഡ് ചെയ്യേണ്ടി വരും, ഈ ഒരു കംപ്രഷൻ സോണിൽ നമ്മൾ റീഇൻഫോഴ്സ്മെന്റ് ആഡ് ചെയ്യും. ഓക്കെ, അതായത് നേരത്തെ ഒക്കെ നമ്മൾ കണ്ട ഒരു ബീമിലെ ഓക്കെ, സപ്പോസ് നമ്മൾ നേരത്തെ ഒക്കെ ഒരു ബീം കണ്ടിരുന്നെങ്കിൽ അതിന്റെ താഴ്ഭാഗത്ത് മാത്രമായിരുന്നു നമ്മൾ എന്ത് കൊടുത്തുകൊണ്ടിരുന്നത്, ഒരു ടെൻസൈൽ റീഇൻഫോഴ്സ്മെന്റ് കൊടുത്തുകൊണ്ടിരുന്നത്. അപ്പം ഇത് കുറച്ചും കൂടെ ഒക്കെ ഒരു സ്ട്രെങ്ത് കൂടുതൽ വേണം, അല്ലെങ്കിൽ ഇതിന്റെ ഡെപ്ത് ഒക്കെ നമുക്ക് റെസ്ട്രിക്ട് ചെയ്യണമെങ്കിൽ ഒരു ചെറിയ ഒരു എന്താണ്, ഇതിന്റെ അത്രയും ഇല്ലെങ്കിലും നമ്മൾ കംപ്രഷൻ സോണിലും, അതായത് ഈ പറയുന്ന സോണിൽ നമ്മൾ റീഇൻഫോഴ്സ്മെന്റ് കൊടുക്കും. അതിന് അതായത് മേലെയും താഴെയും റീഇൻഫോഴ്സ്മെന്റ് കൊടുക്കുന്ന തരത്തിലുള്ള ബീമിനെയാണ് നമ്മൾ ഡബ്ലി റീഇൻഫോഴ്സ്ഡ് ബീം എന്ന് പറയുന്നത്. അതായത് കംപ്രഷൻ സോണിലും ടെൻസൈൽ സോണിലും നമ്മൾ റീഇൻഫോഴ്സ്മെന്റ് കൊടുക്കുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ ഡബ്ലി റീഇൻഫോഴ്സ്ഡ് ബീം എന്ന് പറയുന്നത്. അപ്പം ഇതാണ് ഈ ഒരു എത്രയാണ് 6 സിറ്റുവേഷൻസിലാണ് നമ്മൾ ഡബ്ലി റീഇൻഫോഴ്സ്ഡ് ബീം അഡോപ്റ്റ് ചെയ്യാറ്. ഓക്കെ, അപ്പൊ നമ്മൾ സിറ്റുവേഷൻസ് ഇൻ വിച്ച് ഡബ്ലി റീഇൻഫോഴ്സ്ഡ് ബീം നമ്മൾ അഡോപ്റ്റ് ചെയ്യുക എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ഓർക്കേണ്ട കുറച്ച് പോയിന്റ്സ് ആണ്, ഇമ്പോർട്ടന്റ് ആണ്, ഒന്ന് പറയാം. When the depth of the beam is restricted due to architectural point of view, അതായത് നമുക്കിപ്പം ഒരു മിനിമം ക്ലിയറൻസ് എപ്പോഴും നമുക്ക് വേണമെന്നില്ലേ. ഇപ്പം സ്റ്റെയർ കേസിന്റെ ഒക്കെ താഴെ ചില സ്ഥലത്ത് നമുക്ക് കാണാം ഇങ്ങനെ ബീം ഒരുപാട് താഴേക്ക് നിന്നുകൊണ്ട് നമുക്ക് തല തട്ടുക, അല്ലെങ്കിൽ അത്തരം എന്തെങ്കിലും ഒരു പ്രശ്നം കാരണം, അല്ലെങ്കിൽ ഒരുപാട് ബീം ഇങ്ങനെ താഴേക്ക് നിൽക്കുമ്പോഴത്തേക്ക് നമുക്ക് കാണുമ്പോഴും ഒരു ചെറിയൊരു വൃത്തികേട് പോലെ തോന്നും അല്ലെ. അപ്പം അത്തരം സിറ്റുവേഷൻസ് നമുക്ക് ഈ ബീമിന്റെ ഡെപ്ത്, അതായത് ആ കാണുന്ന ആ ഒരു വിഡ്ത്ത് ഡെപ്ത്, ആ ഡെപ്ത് റെസ്ട്രിക്ട് ചെയ്യുന്ന സിറ്റുവേഷൻ നമ്മൾ എന്ത് ഉപയോഗിക്കേണ്ടി വരും, ഡബ്ലി റീഇൻഫോഴ്സ്ഡ് ബീം ഉപയോഗിക്കേണ്ടി വരും. ഇനി രണ്ടാമതായിട്ട് all the supports of a continuous beam where the bending moment changes its sign, അതായത് നമ്മുടെ സപ്പോർട്ട്സിൽ എത്തുമ്പോഴത്തേക്കും നിങ്ങൾ കഴിഞ്ഞ സെമിൽ പറഞ്ഞിട്ടുണ്ടാവും, അതായത് ഈ ഒരു ഭാഗത്ത് പോസിറ്റീവ് ബെൻഡിങ് മൊമെന്റും ഈ ഒരു ഭാഗത്ത് നെഗറ്റീവ് ബെൻഡിങ് മൊമെന്റും വരിക അല്ലെ. അപ്പം ശരിക്കും നോക്കുമ്പോഴത്തേക്കും നമ്മുടെ ഒരു ബീം നോക്കുമ്പോഴേ സപ്പോർട്ടിൽ എത്തുമ്പോഴത്തേക്കും നമ്മൾ മേലെയാണ് ടെൻഷൻ സോൺ വരുന്നത്, സെൻട്രൽ എത്തുമ്പോഴത്തേക്കും താഴെയാണ് ടെൻഷൻ സോൺ വരുന്നത്. അപ്പം ഈ സപ്പോർട്ട് എത്താൻ നേരത്ത് അവിടെ ഒരു ഡബ്ലി റീഇൻഫോഴ്സ് മേലെയും താഴെയും റീഇൻഫോഴ്സ്മെന്റ് കൊടുക്കേണ്ട ഒരു സിറ്റുവേഷൻ വരും. ഏറ്റവും ഇമ്പോർട്ടന്റ് ഈ പറയുന്ന ഒന്നാമത്തെ സിറ്റുവേഷൻ ആണ് കേട്ടോ. ഇനി രണ്ടാമത്തത് പറഞ്ഞു. മൂന്നാമത്തത് ടു ഇംപ്രൂവ് ദി ഡക്ടിലിറ്റി ഓഫ് ദി ബീം ഇൻ എർത്ത് റീജിയൻസ്. ഡക്ടിലിറ്റി എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്, ബീമിന് വലിയാനുള്ള ആ ഒരു ചാൻസ് അല്ലേ. അപ്പം നമുക്ക് ഈ എർത്ത് വേക്ക് സോണുള്ള സ്ഥലത്ത് നമ്മൾ ഡക്ടൈൽ ഡീറ്റെയിലിംഗ് എന്ന് പറയും. എർത്ത് വേക്ക് ഒക്കെ ആക്റ്റീവ് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ നമ്മൾ കൊടുക്കുന്നത് ഡക്ടൈൽ ഡീറ്റെയിലിംഗ് ആണ്. അതായത് ആ ഒരു ഭാഗത്ത് ഇപ്പം ഒരു സീസ്മിക് മോഷൻ വരുവാണെങ്കിൽ ബിൽഡിംഗ് ഇങ്ങനെ പൊളിയാനുള്ള ഒരു ചാൻസ് ഇല്ലേ. അപ്പം എർത്ത് വേക്ക് ആക്റ്റീവ് അല്ലെങ്കിൽ ഈ ഒരു സീസ്മിക് മോഷൻ ആക്റ്റീവ് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ നമ്മൾ ഡക്ടൈൽ ഡീറ്റെയിലിംഗ് ഉപയോഗിക്കും. അതായത് ഒരു 5 നിലയ്ക്ക് മേലേക്ക് വരുമ്പോഴത്തേക്കും നമ്മൾ അതിനകത്ത് റീഇൻഫോഴ്സ്മെന്റിന്റെ കണ്ടന്റ് കുറേ കൂടെ കൂടും. ഓക്കെ, അതുവഴി എന്താണ്, നമ്മുടെ സ്ട്രക്ചറിന് ഈ ഒരു എർത്ത് വേക്ക് മോഷൻ കുറച്ചും കൂടെ റെസിസ്റ്റ് ചെയ്യാനുള്ള ഒരു കേപ്പബിലിറ്റി കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി അടുത്തത് ഡി, ടു റെഡ്യൂസ് ദി ലോങ് ടേം ഡിഫ്ലക്ഷൻ ആൻഡ് ടു ഇൻക്രീസ് ദി സ്റ്റിഫ്നെസ് ഓഫ് ദി ബീം. ലോങ് ടേം ഡിഫ്ലക്ഷൻ അതൊക്കെ നമ്മൾ ഇനി നോക്കാറുണ്ട്. അതായത് കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ലോഡിങ് എപ്പോഴും വരുന്നതനുസരിച്ച് നമ്മുടെ ബീമിന് ചെറിയതായിട്ടൊരു ഡിഫ്ലക്ഷൻ വരും. ഓക്കെ, ക്രീപ്പ് എന്ന് പറയുന്നത് ഒരു ലോങ് ടേം ഡിഫ്ലക്ഷൻ ആണ്, ഒരുപാട് കാലം നീണ്ടു നിൽക്കുന്ന ഒരു ഡിഫ്ലക്ഷൻ. നമുക്ക് നേരിട്ട് കണ്ട് മനസ്സിലാക്കാൻ പറ്റത്തില്ല, പക്ഷെ കൊല്ലങ്ങളോളം ഒരു ചെറിയ ചെറിയ കണക്കിന് മാറും. അപ്പം അത്തരം ലോങ് ടേം ഡിഫ്ലക്ഷൻ കുറയ്ക്കാനും നമുക്ക് എന്ത് ഉപയോഗിക്കേണ്ടി വരും, ഈ ഒരു ഡബ്ലി റീഇൻഫോഴ്സ്ഡ് ബീം ഉപയോഗിക്കേണ്ടി വരും. when the beam is subjected to eccentric loading. eccentric loading എന്താണെന്ന് അറിയോ? ആർക്കെങ്കിലും ഒന്ന് അൺമ്യൂട്ട് ചെയ്തിട്ട് പറയാൻ പറ്റുമോ, എന്താണ് eccentric loading?
എന്താണ് എസെൻട്രിക് ലോഡിംഗ്? എസെൻട്രിസിറ്റി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. ആർക്കെങ്കിലും ഐഡിയ ഉണ്ടോ? ഉണ്ടോ? ഇല്ല. അതായത് ഇതിന്റെ മേലെ നമ്മളൊരു ലോഡിങ് കൊടുക്കുകയാണെങ്കിൽ കറക്റ്റ് അതിന്റെ സെൻട്രോയിഡിൽ തന്നെ കൊടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ കറക്റ്റ് അതിന്റെ സെന്ററിൽ തന്നെ കൊടുക്കുകയാണെങ്കിൽ അതാണ് സാധാരണ നമ്മൾ എടുക്കാറുള്ള ഒരു ലോഡിങ്. ഇനി സപ്പോസ് ഇത് ഒന്ന് വിട്ടിട്ട് കുറച്ച് സൈഡിലേക്കായിട്ടാണ് കൊടുക്കുന്നതെങ്കിൽ, ഓക്കെ, ഈ ഒരു മെമ്പറിന്റെ സെന്ററിൽ നിന്ന് കുറച്ച് വിട്ടാണ് കൊടുക്കുന്നതെങ്കിൽ ഈ ഒരു ഡിസ്റ്റൻസിനാണ് നമ്മൾ എന്തായിട്ട് പറയുന്നത്? എസെൻട്രിസിറ്റി ആയിട്ട് പറയുന്നത്. അപ്പം ഇത്തരം ലോഡിങ് വരുന്ന സമയത്ത് ആ ഒരു സ്ട്രെസ്സിന്റെ കൂടെ തന്നെ ഒരു അഡീഷണൽ ഒരു മൊമെന്റും കൂടെ വരുന്നുണ്ടാവില്ലേ, ആ ഒരു ഡിസ്റ്റൻസ് കാരണം ഉണ്ടാവുന്നത്. അപ്പം അത്തരം ലോഡിങ്, ഒരു എസെൻട്രിക് ലോഡിങ് വരുന്ന സിറ്റുവേഷനിൽ നമ്മൾ എന്ത് കൊടുക്കേണ്ടി വരും? ഡബിൾ റീഇൻഫോഴ്സ്ഡ് സെക്ഷൻ കൊടുക്കേണ്ടി വരും. ഓക്കെ, ഇനി ലാസ്റ്റ് വൺ, when the member is subjected to impact loading. ഇമ്പാക്ട് ലോഡിങ് എന്താണ്? ഒരു സഡൻ ലോഡിങ്, ഒരു ഹൈ ഇമ്പാക്ട് ഉള്ള അല്ലെങ്കിൽ ഒരു ഹെവി ആയിട്ടുള്ള ഒരു ലോഡിങ് ഫോർ എ ഷോർട്ട് ഇന്റർവൽ ഓഫ് ടൈം, ഒരു ചെറിയ ഡ്യൂറേഷനിൽ പെട്ടെന്ന് ആക്ട് ചെയ്യുന്ന ഒരു ഫോഴ്സ് ഒക്കെയാണ് ഇതിനകത്ത് ആക്ട് ചെയ്യുന്നതെങ്കിൽ അത്തരം സ്ട്രക്ചേഴ്സിന് നമ്മൾ എന്ത് കൊടുക്കേണ്ടി വരും? ഡബിൾ റീഇൻഫോഴ്സ്ഡ് ബീം കൊടുക്കേണ്ടി വരും. ഇപ്പൊ പറഞ്ഞതിൽ ഏതെങ്കിലും റിപ്പീറ്റ്? ഇതാണ് നമ്മളൊരു ഡബിൾ റീഇൻഫോഴ്സ്ഡ് സെക്ഷൻ. അതിന്റെ വിഡ്ത് ബി, അതിന്റെ ഓവറോൾ ഡെപ്ത് ആണ് ക്യാപിറ്റൽ ഡി. ഓവറോൾ ഡെപ്ത് ക്യാപിറ്റൽ ഡി അല്ലെ. ഇനി നമുക്കറിയാം മേലെ മുതൽ ഇതിന്റെ ടെൻസൈൽ റീഇൻഫോഴ്സ്മെന്റ് വരെയുള്ള ആ ഒരു ഡെപ്തിനായിട്ട് നമ്മൾ എന്തായിട്ട് പറയുന്നത്? എഫക്റ്റീവ് ഡെപ്ത് ആയിട്ട് പറയുന്നത്, ഡിനോട്ടഡ് ബൈ സ്മോൾ ഡി. ഓക്കെ, ഇതുപോലെ തന്നെ ഇതിന്റെ മേലെ മുതൽ ഇതിന്റെ കംപ്രഷൻ സോണിന്റെ സെന്റർ വരുന്ന ഡിസ്റ്റൻസ് ആണ് നമ്മൾ ഡി ഡാഷ് അല്ലെങ്കിൽ ഡി സി എന്ന് പറഞ്ഞ് ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ? ഇതിനകത്തുള്ള ടെൻസൈൽ റീഇൻഫോഴ്സ്മെന്റിന്റെ ഏരിയ ആണ് എ എസ് ടി. ഓക്കെ, ഇതുപോലെ തന്നെ ഇതിന്റെ കംപ്രഷൻ സോണിലെ അല്ലെങ്കിൽ കംപ്രഷൻ റീഇൻഫോഴ്സ്മെന്റിന്റെ ഏരിയ ആണ് എ എസ് സി. ഓക്കെ ആയോ? ഇത്രയും കാര്യങ്ങളൊന്നും ഇതിൽ നിന്ന് നിങ്ങൾ ഓർക്കണം. റെഡി ആണെങ്കിൽ ജസ്റ്റ് അതിന്റെ ഒരു ഡയഗ്രാം ആയിരിക്കും. ഇതേപോലത്തെ ഒക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം മറ്റേ സിംഗിൾ റീഇൻഫോഴ്സ്ഡ് ബീമിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഡി എന്താണ്, ബി എന്താണ്, ഡി ഡാഷ് എന്താണ്, സ്മോൾ ഡി എന്താണ് എന്നൊന്ന് ഓർക്കണം. ഇതിനകത്ത് നമ്മൾ അഡീഷണൽ ആയിട്ട് ആകെ നോക്കാനുള്ളത് ഏതാണ്? എത്രയാണ് അല്ലെങ്കിൽ എന്താണ് ഡി ഡാഷ് എന്ന് മാത്രം. അതായത് ടോപ്പിൽ നിന്ന് കംപ്രഷൻ റീഇൻഫോഴ്സ്മെന്റ് വരെയുള്ള ആ ഒരു ഡിസ്റ്റൻസിനാണ് നമ്മൾ ഡി ഡാഷ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത് നമ്മൾ കോഡ് എടുക്കുക. എല്ലാവരും കോഡ് എടുക്കുക. പേജ് നമ്പർ 96 തന്നെ. പേജ് നമ്പർ 96 എടുക്കുക. എല്ലാവരും കോഡ് എടുത്തേ. അപ്പൊ അതിനകത്ത് ആ 96ന്റെ വലത്തെ സൈഡ് നോക്കുമ്പോഴത്തേക്കും നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, എം യു മൈനസ് എം യു ലിമിറ്റ് ഇക്കുള്ളൂ എഫ് എസ് 96 പേജിന്റെ റൈറ്റ് സൈഡിൽ എം യു മൈനസ് എം യു ലിമിറ്റ് ഇക്കുള്ളൂ എഫ് എസ് സി ഇൻറ്റു എ എസ് ടി ഇൻറ്റു ഡി മൈനസ് ഡി ഡാഷ്. അപ്പം ഇതിനകത്ത് എം യു എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ഇതിനു മുമ്പ് കണ്ട അല്ലെങ്കിൽ നമ്മുടെ ഡബിൾ റീഇൻഫോഴ്സ്ഡ് സെക്ഷന്റെ മൊമെന്റ് ഓഫ് റെസിസ്റ്റൻസ് ആണ് എം യു. ഓക്കെ, എം യു ലിമിറ്റ് എത്രയാണെന്ന് ഞാൻ ഇനി എഴുതി തരാൻ, കുഴപ്പമില്ല, ജസ്റ്റ് കാണുക. എം യു ആൻഡ് എം യു ലിമിറ്റ് ഡി എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ കണ്ട അതേ വാല്യൂവിന് തുല്യമായിട്ട്, അതായത് നമ്മുടെ എഫക്റ്റീവ് ഡെപ്ത് ആയിട്ട് അതിനകത്ത് എടുക്കേണ്ടത്. ഇനി എഫ് എസ് സി എന്ന് പറയുന്നത് എന്താണ്? ഡിസൈൻ സ്ട്രെസ് ഇൻ കംപ്രഷൻ റീഇൻഫോഴ്സ്മെന്റ് കറസ്പോണ്ടിങ് ടു ദി സ്ട്രെയിൻ ഓഫ്. അതായത് ഇതിനകത്തുള്ള ഈ എഫ് എസ് സി അല്ലെ, എഫ് എസ് സി എന്ന് പറയുന്നത് ഈ ഡബിൾ റീഇൻഫോഴ്സ്ഡ് ബീമിന്റെ കംപ്രഷൻ സോണിലുള്ള സ്ട്രെസ് അല്ലെങ്കിൽ അതിന് എത്രമാത്രം സ്ട്രെസ് എടുക്കാൻ പറ്റും എന്നുള്ളതാണ്. ഓക്കെ, അതിന്റെ വാല്യൂ എന്ന് പറയുന്നത് 0.0035 ഇൻറ്റു എക്സ്യുമാക്സ് ബൈ ഡി ഡാഷ്, എക്സ്യുമാക്സ് മൈനസ് ഡി ഡാഷ് ഡിവൈഡ് ബൈ എക്സ്യുമാക്സ്. ഓക്കെ അല്ലേ? ഇതെങ്ങനെയാ ചെയ്യുന്നതെന്ന് പറഞ്ഞുതരാം. നമുക്കൊരു ചോദ്യം ചെയ്തിട്ട് ഇതെങ്ങനെ അപ്ലൈ ചെയ്യുന്നതെന്ന് പറയാം. എന്നിട്ട് നമുക്ക് ഇതൊന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഓക്കെ, ലിമിറ്റിംഗ് വാല്യൂ ഓഫ് എക്സ് യു ഫ്രം 38.1, അതായത് നേരത്തെ കണ്ട ആ ഒരു എക്സ് യു മാക്സിന്റെ വാല്യൂ ഇല്ലേ, FE 415, അങ്ങനെ ഓരോന്നിന്റെ നമ്മൾ എക്സ് യു മാക്സ് ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടാവും അല്ലെ? റെഡി അല്ലേ? ഇനി ഇതിനകത്ത് രണ്ട് റീഇൻഫോഴ്സ്മെന്റ് ഉണ്ട്, മേലെയുണ്ട് താഴെയുണ്ട്. അപ്പൊ മൊത്തത്തിലുള്ള AST എന്ന് പറയുമ്പോൾ AST1 പ്ലസ് AST2 ആണ്. AST1 എന്ന് പറയുമ്പോഴത്തേക്കും ടോട്ടൽ റീഇൻഫോഴ്സ്മെന്റ്, AST1 എന്ന് പറയുമ്പോൾ ഏരിയ ഓഫ് ടെൻസൈൽ റീഇൻഫോഴ്സ്മെന്റും, പിന്നെ AST2 എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ AC FC ഡിവൈഡ് ബൈ 0.87 FI, അതായത് കംപ്രഷൻ റീഇൻഫോഴ്സ്മെന്റിന്റെ ഏരിയ നമുക്ക് ഇങ്ങനെ കിട്ടും. ഇതിൽ നിന്ന് AST കുറച്ചാൽ നമുക്ക് AST1 കിട്ടും. ഓക്കെ, നമ്മൾ ജസ്റ്റ് ഇതൊന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു എന്നുള്ളൂ. നമുക്കൊരു പ്രോബ്ലം ചെയ്തു നോക്കാം.
ഓക്കെ, ഈ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കുക. നമുക്ക് എന്നിട്ട് ഇതിനകത്ത് പറ്റുന്ന വാല്യൂസ് ഒക്കെ ഒന്ന് എടുത്തു നോക്കാം. ഓക്കെ, അപ്പൊ നമ്മുടെ ഒരു ഡബ്ല്യു റീഇൻഫോഴ്സ് സെക്ഷൻ ആണ്. ഓക്കെ, W 250 mm wide, 540 mm overall depth is reinforced with 2 bars of 12 mm dia in the compression zone and 4 bars of 20 mm dia in the tension zone. The effective cover to bars is 40 mm using M20 grade concrete and Fe 415 HYST bar. Estimate the strength of the section. Okay, നമുക്ക് അതിനകത്ത് നിന്ന് കിട്ടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? B. ഓക്കെ, ഒരാൾ അൺമ്യൂട്ട് ചെയ്താലോ? ആരാപ്പ ചോദിക്കാം. ഓക്കെ, ഐശ്വര്യ സത്യം. ഞാൻ പറയുമ്പോൾ നിങ്ങളൊന്ന് അൺമ്യൂട്ട് ചെയ്ത് പറയാൻ ശ്രമിക്കാം. ഓക്കെ, അങ്ങനെ ഇന്ററാക്ട് ചെയ്താൽ മാത്രമേ നമുക്ക് ക്ലാസ് കൊണ്ടൊരു കാര്യമുള്ളൂ. ഓക്കെ, നോക്കാം. ഐശ്വര്യ സത്യം റെഡി അല്ലേ? ഓക്കെ, ഇതിനകത്ത് ബീമിന്റെ സെക്ഷൻ തന്നിട്ടുണ്ട്. അപ്പൊ അതിന്റെ ആദ്യം നമുക്ക് ഓരോന്നായിട്ട് എഴുതാം. ബീമിന്റെ വിഡ്ത്ത് ബി എന്നാണ് നമ്മൾ ഡിനോട്ട് ചെയ്യാറ്. ഓക്കെ, 250. പിന്നെ ഓവറോൾ ഡെപ്ത് ഡിനോട്ടഡ് ബൈ ക്യാപിറ്റൽ ഡി ആണ്. അത് എത്രയാ? 540. എല്ലാത്തിന്റെയും. ഓക്കെ, ഇനി നമുക്ക് ഓവറോൾ ഡെപ്ത് റീഇൻഫോഴ്സ് വിത്ത് 2 bars of 12 mm dia in the compression zone. അപ്പൊ നമുക്ക് ASC എന്ന് പറയുന്ന കംപ്രഷൻ റീഇൻഫോഴ്സ്മെന്റിന്റെ ഏരിയ, അത് എത്ര ഏരിയ? അതായത് ജസ്റ്റ് കംപ്രഷൻ സോണിൽ നിന്ന് പറഞ്ഞു തന്നിട്ടുണ്ട് 2 bars of 12 mm dia. അപ്പൊ നമ്മളൊരു ഇക്വേഷൻ പറഞ്ഞിട്ട് ഓർമ്മയുണ്ടോ? N into I/4 d². അപ്പം ഇതിനകത്ത് N എത്രയാണ്? 2 π/4 12 square into 12 square. ഓക്കെ, ഇനി അടുത്തത് AST എന്ന് പറയുമോ? ഏരിയ ഓഫ് ടെൻസൈൽ റീഇൻഫോഴ്സ്മെന്റ്. 4 into π/4 20 square into 20 square. ഓക്കെ, ഇത്രയും AST ഇരിക്കട്ടെ, ഇത് ASC. ഇനി നമുക്ക് എഫക്റ്റീവ് കവർ അവിടെ നിൽക്കട്ടെ. FCK എത്രയാണ്? FCK എന്ന് പറയുമ്പോൾ കൊടുത്തോളാം, കോൺക്രീറ്റിന്റെ പ്രോപ്പർട്ടിയാണ് നമ്മളിവിടെ നോക്കാറ്. ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസം ഒരു എക്സാമ്പിൾ പോലെ പറഞ്ഞായിരുന്നു, നമുക്ക് FCK 3 അക്ഷരം ഉണ്ട്. അപ്പം അതിന്റെ വാല്യൂ ആയിട്ട് എടുക്കേണ്ടത് 2 അക്ഷരമുള്ള ഒരു കാര്യമായിരിക്കും. അപ്പൊ ഏതെടുക്കുക? 20. FYO, FY 2 അക്ഷരമുള്ള, അപ്പൊ 3 അക്ഷരമുള്ള പറഞ്ഞാലും നമ്മൾ എടുക്കുക. FY എത്രയായിരിക്കും? FY എന്ന് പറഞ്ഞാൽ സ്റ്റീലിന്റെ yield strength അല്ലേ? അപ്പം ഇതിനകത്ത് 2 അക്ഷരമേ ഉള്ളൂ. അപ്പൊ 3 അക്ഷരമുള്ള ഒരെണ്ണമാണ് നമ്മൾ അതിനകത്ത് എടുക്കാറ്. ഒരു വാല്യൂ ആണ് എടുക്കാറ്. 415 അല്ലേ? ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇനി ഇതിന്റെ സ്ട്രെങ്ത് ആണ് കണ്ടുപിടിക്കേണ്ടത്, അല്ലെങ്കിൽ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് MU ആണ് എന്ന് ഓർക്കാം. ഓക്കെ, ഐശ്വര്യക്ക് മ്യൂട്ട് ചെയ്യാം. അപ്പം ഇതിന്റെ സ്റ്റെപ്സ് ഓരോന്നായിട്ട് ഞാൻ ഇപ്പൊ പറയാം, ജസ്റ്റ് കാണാം. ഏറ്റവും ആദ്യം നമ്മൾ ഈ വാല്യൂസ് എല്ലാം എഴുതിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യം കണ്ടുപിടിക്കേണ്ടത് D കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പൊ നമുക്ക് ആ ഫിഗർ ഒന്ന് കാണിച്ചു തരാം. ഈ ഫിഗർ ഒന്ന് നോക്കുക. നമ്മുടെ എൻഡ് മുതൽ ഇവിടം വരെയുള്ള ഈ ഒരു ഡിസ്റ്റൻസ് ആണ് നമ്മൾ കവർ ആയിട്ട് പറയാറ്. ഓക്കെ, ഇവിടെ നമുക്ക് കവർ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് അല്ലെ? കവർ ക്വസ്റ്റ്യൻ തന്നതും കൊണ്ട് നമുക്ക് കവർ കണ്ടുപിടിക്കാം. ഓക്കെ, D എന്ന് പറയുന്നത് മേലെ മുതൽ താഴെ വരെയുള്ളതാണ്. അപ്പൊ ഇതിനകത്ത് 540 ആണ് ഓവറോൾ ഡെപ്ത്. ഓക്കെ, അപ്പം 540യിൽ നിന്ന് 40 കുറച്ചാൽ നമുക്ക് എന്ത് കിട്ടും? കാണിച്ചു തരാം. ഇവിടെ മുതൽ ഇവിടെ വരെ ഡെപ്ത് ആണ് 540. അതിൽ നിന്ന് കവർ കുറച്ചാൽ നമുക്ക് എത്ര വരെയുള്ള കിട്ടണം? ഇവിടം വരെയുള്ള കിട്ടും. അതാണ് എന്ത്? എഫക്റ്റീവ് ഡെപ്ത് സ്മോൾ d. കാണുന്നുണ്ടല്ലോ അല്ലെ? അപ്പൊ 540 - 40 എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് എത്ര കിട്ടും? 500 mm ആണ് നമ്മുടെ സ്മോൾ d. ഇനി വേണ്ടത് DC ആണ് അല്ലെ?
DC അല്ലെങ്കിൽ D ഡാഷ്. D ഡാഷ് എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ മുതൽ റീഇൻഫോഴ്സ്മെന്റ് വരെയുള്ള ഈ ഒരു ഡിസ്റ്റൻസ്. അതും എത്ര തന്നെയാ വരിക? ഒരാളൊന്ന് അൺമ്യൂട്ട് ചെയ്തിട്ട് പറയോ? അത് എത്രയാ വരിക? D ഡാഷ് നമ്മുടെ എഫക്റ്റീവ് കവർ ഫോർ ബാർ മേലെയും താഴെയാണെങ്കിലും 40 തന്നെയാണ്. അപ്പൊ ഇവിടെ D ഡാഷ് എന്ന് പറയുന്നത് 40 mm ആയിരിക്കും. ഇപ്പൊ ഈ പറഞ്ഞതിൽ ഏതെങ്കിലും ഒരു കാര്യം മനസ്സിലാവാത്ത ആരെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ നമുക്ക് ചോദിക്കാം, പറയാം. ആർക്കെങ്കിലും ഉണ്ടോ? ഏതാണ് സംശയം വന്നതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ചോദിക്കാം. ഓക്കെ, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ആണ് നിങ്ങൾക്ക് എക്സാമിന് വരിക. അപ്പൊ ഈ രീതി തന്നെയാണ് ചെയ്യേണ്ടത്. ഓക്കെ ആണ് അല്ലേ? ആ D ഒന്നുകൂടെ പറയോ? വേറെ ഏതെങ്കിലും കുഴപ്പമുണ്ടോ? ഇല്ല. ഓക്കെ, രതിൽ ഒന്ന് അൺമ്യൂട്ട് ചെയ്യോ? രതിൽ അൺമ്യൂട്ട് ചെയ്യോ? ഓക്കെ ഓക്കെ, ജസ്റ്റ് കാണുക. നമുക്ക് ഇതിനകത്ത് ഓവറോൾ ഡെപ്ത് എന്ന് പറയുന്നത് ക്യാപിറ്റൽ D ആണല്ലോ. ഓക്കെ, അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യന് തന്നിട്ടുണ്ട് 540 ആണെന്ന്. പക്ഷെ എഫക്റ്റീവ് ഡെപ്ത് തന്നിട്ടില്ല. നമുക്ക് ഈ ഉള്ള കംപ്രഷൻ റീഇൻഫോഴ്സ്മെന്റ് എവിടം വരെയാണൊന്നും തന്നിട്ടില്ല. പക്ഷെ നമുക്ക് തന്നേക്കുന്നത് കവറാണ്. കവർ 40 എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട് അല്ലെ? കവർ എന്ന് ഉദ്ദേശിക്കുന്ന ബീമിന്റെ പുറം മുതൽ റീഇൻഫോഴ്സ്മെന്റ് വരെയുള്ള ആ ഒരു ക്ലിയർ ഡിസ്റ്റൻസ്, അല്ലെങ്കിൽ എത്ര ഭാഗമാണ് നമ്മൾ ഒരു ഉള്ളിലേക്ക് വെച്ചിട്ടല്ല, അല്ലാണ്ട് ഈ ബീമൊക്കെ നമ്മൾ വാർക്കാൻ നേരത്ത് റീഇൻഫോഴ്സ്മെന്റ് എല്ലാം പുറത്തൂടെയാണ് വരാറ്. അതിന്റെ കുറച്ച് ഉള്ളിലായിട്ടാണ് നിൽക്കാറ് അല്ലെ? അപ്പം ആ ഒരു പുറം മുതൽ ബീമിന്റെ റീഇൻഫോഴ്സ്മെന്റ് വരെയുള്ള ആ ഒരു ഡിസ്റ്റൻസ് ആണ് കവർ. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് കവർ തന്നിട്ടുണ്ട് 40 ആണെന്ന്. അപ്പം ഈ ഭാഗത്ത് ഒരു 40 കവർ ഉണ്ടാവും, ഈ ഭാഗത്ത് ഒരു 40 കവർ ഉണ്ടാവും, മേലിൽ നിന്ന് താഴേക്ക് ഒരു 40 കവർ ഉണ്ടാവും, ഇങ്ങോട്ടും ഒരു 40 കവർ ഉണ്ടാവും. ഓക്കെ, അപ്പൊ നമുക്ക് മേലെ മുതൽ ഈ റീഇൻഫോഴ്സ്മെന്റ് വരെയുള്ള ഡിസ്റ്റൻസ് ആണ് എഫക്റ്റീവ് ഡെപ്ത് ക്യാപിറ്റൽ സ്മോൾ ഡി. അപ്പൊ അതിൽ നിന്ന് ഈ ഒരു 40 കുറച്ചാൽ, അതായത് ഓവറോൾ ഡെപ്തിൽ നിന്ന് 40 കുറച്ചാൽ കിട്ടുന്നതായിരിക്കും എന്ത്? സ്മോൾ ഡി അല്ലെ? ഇതുപോലെ തന്നെ നമുക്ക് മേലെ മുതൽ ഈ റീഇൻഫോഴ്സ്മെന്റിന്റെ ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ് ആണ് നമ്മൾ D ഡാഷ് അല്ലെങ്കിൽ DC എന്ന് പറഞ്ഞ് ഡിനോട്ട് ചെയ്യുന്നത്. അപ്പം ഇവിടെ അതും എത്ര തന്നെയാണ് തന്നേക്കുന്നത്? 40. അപ്പം D ഡാഷ് എത്ര തന്നെ ആയിരിക്കും? ഇതിലെ എത്രയായിരിക്കും? 40. മനസ്സിലായോ? റെഡി അല്ലേ? ഓക്കെ ഓക്കെ, വേറെ ആർക്കെങ്കിലും കുഴപ്പമുണ്ടോ? ഓക്കെ, FCK ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഒന്നുകൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒന്നുകൂടെ പറയാൻ ആണ്. അതായത് FCK എന്ന് പറഞ്ഞാൽ ക്യാരക്ടറിസ്റ്റിക് സ്ട്രെങ്ത് ഓഫ് നമ്മൾ എടുക്കുന്ന ആ ഒരു ക്യൂബിന്റെ സ്ട്രെങ്ത് അല്ലെങ്കിൽ കോൺക്രീറ്റിന്റെ സ്ട്രെങ്ത് ആയിട്ടാണ് നമ്മൾ FCK പറയുന്നത്. ഇപ്പൊ ഒരു 28 ദിവസം കഴിഞ്ഞിട്ടുള്ള കോൺക്രീറ്റിന്റെ സ്ട്രെങ്ത് ആണ് നമ്മൾ M20 ഗ്രേഡ് അല്ലെങ്കിൽ M20 20 പറയുന്നത്. 20 മെഗാ പാസ്കൽ അല്ലെങ്കിൽ 20 Nm² എന്ന് പറയുന്നത് 28 ദിവസം കഴിഞ്ഞെടുക്കുന്ന ആ ഒരു കോൺക്രീറ്റിന്റെ നമുക്ക് കിട്ടേണ്ട മിനിമം സ്ട്രെങ്ത് ആണ്. ക്യാരക്ടർ സ്ട്രെങ്ത് എന്താണെന്നല്ല ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇതിനു മുമ്പ്. അതായത് നമ്മൾ എടുക്കുന്നതിന്റെ 5% റിസൾട്ട് മാത്രം അതിൽ താഴെ ഒരു വാല്യൂസിലേക്ക് വരുവുള്ളൂ എന്ന് പറയുന്ന ആ ഒരു കൺസെപ്റ്റ് ഉള്ളത്. ഓക്കെ, ക്യാരക്ടർ സ്ട്രെങ്ത് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ എടുക്കുന്നതിന്റെ ഏതാണ്ട് 95% അതിന് മേലെ ഒരു ലോഡിലായിരിക്കും ഫെയിൽ ചെയ്യാറുള്ളത്. അപ്പൊ കോൺക്രീറ്റിന്റെ ക്യാരക്ടർ സ്ട്രെങ്ത് ആയിട്ടാണ് നമ്മൾ FCK പറയുന്നത്. അത് എന്ന് പറയുന്നത് M20ന്റെ കൂടെ ഉള്ളത്, അല്ലെങ്കിൽ ഗ്രേഡ് ഓഫ് കോൺക്രീറ്റ് എന്ന് പറയുന്നതിലെ ആ ഒരു ന്യൂമറിക്കൽ വാല്യൂ. ഇനി FI എന്ന് പറയുന്നത് ക്യാരക്ടറിസ്റ്റിക് ഈൽഡ് സ്ട്രെങ്ത് ഓഫ് സ്റ്റീൽ ആണ്. ഇപ്പൊ HYST ബാർ ഉണ്ടാവും, മൈൽഡ് സ്റ്റീൽ ഉണ്ടാവും, അങ്ങനത്തെ ഏത് ബാർ വന്നാലും ഓർത്തോളാം ഈ FEന്റെ കൂടെ ഉള്ള വാല്യൂ ആയിരിക്കും എന്ത്? FY ആയിട്ട് വരുന്നത്. 415. ഓക്കെ, അത് ഓർക്കാൻ വേണ്ടി ഞാൻ ഒരു ട്രിക്ക് പോലെ പറഞ്ഞു തന്നായിരുന്നു. FCKയിൽ 3 അക്ഷരമുണ്ട്, അപ്പൊ ഒരു 2 അക്ഷരമുള്ള ഒരു ന്യൂമറിക്കൽ വാല്യൂ ആയിരിക്കും. FYയിൽ 2 അക്ഷരമുള്ളൂ, അപ്പൊ ഒരു 3 അക്ഷരമുള്ള ഒരു ന്യൂമറിക്കൽ വാല്യൂ ആയിരിക്കും. നേരെ തിരിഞ്ഞാണ് എന്ന് ഒന്ന് ഓർത്താൽ മതി. അങ്ങനെ പഠിക്കണമെന്നില്ല, നിങ്ങൾക്ക് കോൺക്രീറ്റിന്റെയും സ്റ്റീലിന്റെയും സ്ട്രെങ്ത്തിന്റെ കാര്യം എന്ന് പറയുമ്പോൾ ഓർക്കാൻ പറ്റും. ഓക്കെ, ഈൽഡ് സ്ട്രെങ്ത് FY ആണ്. ഓക്കെ, ആ ഒരു രീതിയിലും ഓർക്കാം. ഓക്കെ, നമുക്കപ്പം ഇനി ഞാൻ ആ സ്റ്റെപ്പ് ഒന്ന് പറഞ്ഞുതരാം. ഏറ്റവും ആദ്യം തന്നെ നമുക്ക് ഓക്കെ AST കണ്ടുപിടിക്കാം. AST എന്ന് പറയുന്നത് 4 × 5/4 × 20². അപ്പം ഇത് ഏതാണ്ട് കിട്ടുന്നത് 1256.63 mm² കിട്ടും. ഇനി അടുത്തത് ASC എടുക്കുക. ASC എന്ന് പറയുമ്പോൾ കംപ്രഷൻ റീഇൻഫോഴ്സ്മെന്റിന്റെ ഏരിയ അല്ലെ? അപ്പം 2 × 5/4 ×
12 സ്ക്വയർ അല്ലേ? 12 സ്ക്വയർ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 226.19 mm സ്ക്വയർ കിട്ടും. ഒക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ നിങ്ങൾക്കാണേലും ഒന്ന് ചെക്ക് ചെയ്തേക്കാം കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് ഇപ്പൊ നമ്മൾ ഉപയോഗിക്കുന്നത് 415 അല്ലേ? 415 ആകുമ്പോഴത്തേക്ക് നമുക്ക് XU max by D ന്റെ വാല്യൂ നമുക്ക് പേജ് നമ്പർ 70 നോക്കിയാൽ നിങ്ങൾക്ക് കാണാം. XU max by D ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടുന്നത് 0.48 ആയിരിക്കും. ഓക്കെ, നമുക്ക് വേണമെന്ന് ചെക്ക് ചെയ്യാം. നമ്മൾ ഉപയോഗിക്കുന്നത് FE415 ആണ്. 415 എടുക്കുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടുന്നത് 0.48 ആണ്. ഇതിൽ നിന്ന് നമുക്ക് XU max എങ്ങനെയായിരിക്കും കണ്ടുപിടിക്കുക? ഓക്കെ, നിങ്ങൾ ഫോളോ ചെയ്യുന്നില്ല? ഏതെങ്കിലും ഒരു സ്ഥലത്ത് നിങ്ങൾക്ക് ഞാൻ സ്പീഡായി തോന്നുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്താൽ മതി കേട്ടോ. അപ്പൊ നമ്മൾ ആദ്യം AST കണ്ടുപിടിച്ചു, ASC കണ്ടുപിടിച്ചു. ഇനി XU max കണ്ടുപിടിക്കണം. XU max കണ്ടുപിടിക്കാനായിട്ട് നമുക്കറിയാം FE415 ആണെങ്കിൽ XU max by D എന്ന് പറയുന്നത് 0.48 ആയിരിക്കും. അപ്പം 0.48 into D ചെയ്യാം. ഈ ഒരു കേസിൽ നമ്മുടെ ഓവറോൾ ഡെപ്ത് എന്ന് പറയുന്നത് 500 അല്ലേ? ഓവറോൾ അല്ല, എഫക്റ്റീവ് ഡെപ്ത് അല്ലേ? അപ്പൊ 0.48 into 500. ഓക്കെ, അകത്ത് കിട്ടും 240 mm. ഓക്കെ ആണോ? ഇത്തരം കാര്യങ്ങൾ മനസ്സിലായോ? അപ്പൊ നമുക്ക് AST, ASC കണ്ടുപിടിക്കാം, പിന്നെ XU max കണ്ടുപിടിക്കാം. ഓക്കെ അല്ലേ? ഓക്കെ, റെഡിയാണോ? റെഡിയാണെ പറയാം. ഇത് നമുക്ക് ഈ ഒരു പ്രോബ്ലം നല്ല വൃത്തിക്കൊന്ന് മനസ്സിലാക്കിയാൽ മതി. എന്നിട്ട് നമുക്ക് ആ പ്രൊസീജിയേഴ്സ് ഒന്നുകൂടെ പറഞ്ഞുതരാം. റെഡിയാണോ? റെഡിയാണ്. ഓക്കെ, ഇനി നമുക്ക് ഇപ്പം XU max കണ്ടുപിടിച്ചു. ഇനി നമുക്ക് നോക്കാനുള്ളത് FSC. FSC should not be greater than 0.87 FI. അതായത് നമുക്ക് താഴെ ടെൻസൈൽ റീഇൻഫോഴ്സ്മെന്റ് ആയിട്ട് നമ്മൾ കൊടുത്തിരിക്കുന്ന റീഇൻഫോഴ്സ്മെന്റ് കാരണം വരുന്ന സ്ട്രെസ് ആണ് 0.87 FI. അപ്പൊ നമ്മൾ മേലെ കൊടുക്കുന്ന ആ ഒരു കംപ്രഷൻ റീഇൻഫോഴ്സ്മെന്റിന്റെ സ്ട്രെസ് ഒരിക്കലും അതിനേക്കാളും കൂടാൻ പാടില്ല. കാരണം എന്താ? അപ്പൊ ആദ്യം ബ്രേക്ക് ചെയ്തത് മേലത്തെ ആയിരിക്കും എന്നുള്ള ഒരു കൺസെപ്റ്റ്. ടെൻസൈൽ സോണിലല്ല ആദ്യം ബ്രേക്ക് ചെയ്യുക, കംപ്രഷൻ സോണിലായിരിക്കും. അതുകൊണ്ട് നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമാണ്, ഇത്രയും കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ FSC should not be greater than 0.87 FI എന്ന് ഒന്ന് ചെക്ക് ചെയ്യണം. ഈ ഒരു കണ്ടീഷൻ നമ്മൾ ചെക്ക് ചെയ്യണം. അപ്പം FSC കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഞാൻ പറഞ്ഞായിരുന്നല്ലോ. FSC കണ്ടുപിടിക്കാനുള്ള ഒരു ഇക്വേഷൻ ഇതാണ് FSC കണ്ടുപിടിക്കാനുള്ള ഒരു ഇക്വേഷൻ. അപ്പം ഇതൊന്ന് ഇതിനകത്ത് ഇട്ട് കൊടുക്കാം. FSC is equal to എത്രയാണ് വരിക? 0.035 into XU max minus D dash divided by XU max. ഇതന്നെയല്ലേ ഇക്വേഷൻ? കേട്ടോ, 0.0035 into XU max minus D dash divided by XU max. ഇതിനകത്ത് ഏതെങ്കിലും ഒരു കാര്യം അറിയാത്തതുണ്ടോ? 0.00 അല്ലേ? വായിക്കാം. ഓക്കെ, ഇനിയിപ്പോ നിങ്ങൾ ഇവിടെ XU max കണ്ടുപിടിക്കാൻ മറന്നാലും ഈ ഒരു ഭാഗത്ത് കഴിയുമ്പോഴത്തേക്ക് നമ്മളോട് XU max ചോദിക്കും. അപ്പം ഈ ഒരു ടൈം ഇതിനകത്ത് ഇട്ട് കൊടുത്താൽ മതി. 0.0035 into XU max-ന്റെ വാല്യൂ അറിയാലോ, 240. D dash ഞാൻ ആരോടെങ്കിലും ചോദിച്ചോട്ടെ? ഓക്കെ, അല്ലെങ്കിൽ ആർക്കെങ്കിലും ഇങ്ങോട്ടാണെങ്കിലും പറയാം. തസ്നി D dash എത്രയാ? 40. D dash 40. ഓക്കെ, കൂട്ടി ചെയ്തോ. അപ്പം ഇത് സോൾവ് ചെയ്യുമ്പോഴത്തേക്ക് എത്ര കിട്ടും? സോൾവ് ചെയ്യുമ്പോൾ എത്ര കിട്ടുക? കിട്ടിയോ ആർക്കെങ്കിലും?
Okay, 0 point. Okay. Okay. 0.29 അല്ലേ? 0.175. എനിക്ക് തോന്നുന്നു 0.0029 തന്നെ കിട്ടുമെന്ന് തോന്നുന്നു. 0.291. അതേ 2916 ആണ് കിട്ടുന്നത്. ഒന്ന് ചെക്ക് ചെയ്യണം. ഇതിന്റെ ആൻസർ കിട്ടുക 2.916 ആണെന്ന് തോന്നുന്നു. ആണോ? ഇങ്ങനെയാണോ കിട്ടിയേ? 0.0029 അല്ലേ? 2.9 കിട്ടുക. 2.916 കിട്ടും. ഓക്കെ, 2.916. നിങ്ങൾ എല്ലാവരും അടിപൊളി കാൽക്കുലേഷൻസ് ആണല്ലോ. ഓക്കെ, ഞാൻ വിചാരിച്ചു ഞാൻ മാത്രമേ മോശം ഉണ്ടാവുള്ളൂ. അപ്പം 2.916 ആണ് നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്നത്. ഇത് FSC അല്ലെങ്കിൽ അതിനകത്ത് കിട്ടുന്ന ആ ഒരു എന്തായിട്ടാണ് നമ്മൾ പറഞ്ഞത്? ഓക്കെ, ഡിസൈൻ സ്ട്രെസ് ഇൻ കംപ്രഷൻ റീഇൻഫോഴ്സ്മെന്റ് കറസ്പോണ്ടിങ് ടു സ്ട്രെയിൻ ഓഫ്. അപ്പം ഇതിനകത്ത് വന്നിരിക്കുന്ന ഈ ഒരു സ്ട്രെയിൻ ആണ് നമുക്ക് ഈ കിട്ടിയേക്കുന്നത് അല്ലെ? ഡിസൈൻ സ്ട്രെസ് ഇൻ കംപ്രഷൻ കറസ്പോണ്ടിങ് ടു എ സ്ട്രെയിൻ ഓഫ് FSC എന്ന് പറയുന്നത് അതിനകത്തുള്ള സ്ട്രെയിൻ. അപ്പം ഇതിൽ നിന്ന് നമുക്ക് സ്ട്രെസ്സിലേക്ക് എത്തണമെങ്കിൽ, ഈ FSC കാരണം ഉണ്ടാവുന്ന സ്ട്രെസ്സിലേക്ക് എത്തണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇതിനൊരു ടേം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഏതായിരിക്കും? അതായത് നമുക്കറിയാം സ്ട്രെസ് ബൈ സ്ട്രെയിൻ ഈക്വൽ ടു മോഡുലസ് ഓഫ് ഇലാസ്റ്റിറ്റി. അപ്പം സ്റ്റീലിന്റെ മോഡുലസ് ഓഫ് അല്ലെങ്കിൽ യങ്സ് മോഡുലസ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? 2 × 10⁵5 ആണ് കേട്ടോ. അപ്പം നമ്മൾ ഈ ഒരു ടേമിനെ 2 × 10⁵5 ചെയ്യുക. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് കിട്ടും? FSC കിട്ടും. FSC will be equal to 583.33 കിട്ടും. ഓക്കെ, ഇപ്പം FSC കിട്ടി. FSC × 2 × 10⁵5. ഇതിനെ നമ്മൾ ES അല്ലെങ്കിൽ മോഡുലസ് ഓഫ് വെലോസിറ്റി ഓഫ് സ്റ്റീൽ ആയിട്ട് ഡിനോട്ട് ചെയ്യുന്നു. is equal to 583.33. ഓക്കെ, അപ്പൊ നമുക്ക് സ്ട്രെസ്സിൽ കംപ്രഷൻ സോണിൽ നമുക്ക് കിട്ടിയിരിക്കുന്നത് 583.33. നമ്മുടെ കണ്ടീഷൻ എന്താണ്? FSC should not be greater than 0.87 FI അല്ലെ? അപ്പൊ നമുക്ക് ഇനി 0.87 FI ഒന്ന് ചെയ്ത് നോക്കിയേ. 0.87 FI എത്ര കിട്ടുക? 0.87 ഇൻറ്റു FI വാല്യൂ എത്രയാണ്? ഞാൻ അവരോട് ചോദിക്കണോ? വിഷ്ണു കേൾക്കുന്നുണ്ടോ? ഓക്കെ, ഇതിനകത്ത് FI എത്രയാ? FY നീ എന്താ ഇപ്പൊ ക്ലാസ് കയറി? എന്താ വൈകിയ? വൈ ആർ ലേറ്റ്? ഉറങ്ങിപ്പോയി. അടിപൊളി. ഞാൻ എന്താ പറയണ്ടേ? എന്നാണോ ഇതൊക്കെ ശരിയാവുന്നത്? ഓക്കെ, എന്നാലും ഒന്ന് പറയാൻ ശ്രമിക്കാം. FI എന്ന് പറയുന്നത് നമ്മൾ ഉപയോഗിക്കുന്ന സ്റ്റീലിന്റെ സ്ട്രെങ്ത് ആണ് കേട്ടോ. FI എന്ന് പറയുന്നത് നമ്മൾ ഉപയോഗിക്കുന്ന സ്റ്റീലിന്റെ സ്ട്രെങ്ത് ആണ്, സ്റ്റീലിന്റെ yield strength. അപ്പൊ ഈ ക്വസ്റ്റ്യൻ നിന്ന് FI എന്ന് പറയാൻ എത്രയായിരിക്കും? 415. ഓക്കെ, മിടുക്കൻ. അപ്പൊ ഇതിനകത്ത് 0.87 FI എന്ന് പറയുമ്പോഴത്തേക്കും 0.87 × 415. അത് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും എത്ര വരും എന്നറിയോ? 361.05 കിട്ടി. ഓക്കെ, അപ്പൊ നമ്മുടെ കണ്ടീഷൻ എന്താണ്? FSC should not be greater than 0.87 FI. അത് ശരിയാണോ തെറ്റാണോ? 361.05. ഓക്കെ, നമ്മുടെ കണ്ടീഷൻ എന്തായി? കറക്റ്റ് ആയിട്ട് വന്നു. ഓക്കെ, അപ്പം വിഷ്ണു ഇങ്ങനെ ഉറങ്ങി നിൽക്കുന്നവരോട്, സ്ട്രക്ചറൽ ഡിസൈൻ ആണ്, നിങ്ങൾക്ക് ആവശ്യം വരും, പഠിക്കണം. ഈ പറയുന്ന ആ ഒരു മണിക്കൂർ ഡ്യൂറേഷൻ അല്ലേ ഉള്ളൂ. ഒന്ന് കഷ്ടപ്പെട്ട് വന്നിരിക്കും. ഓക്കെ, ഫോൺ പിടിച്ച് ആ കോഡ് എടുത്ത് ഒരു നോട്ടും എടുത്ത് ഒരു കാൽക്കുലേറ്റർ എടുത്ത് വെച്ചാൽ മതി. കട്ടിലയിൽ ഇരുന്നാണേലും കുറെ ഇപ്പൊ കട്ടിലയിൽ ഇരുന്നായിരിക്കും. എല്ലാവർക്കും മഴയും കാര്യങ്ങളൊക്കെ അല്ലേ. ഓക്കെ, ഞാൻ മാത്രമേ മിക്കവാറും കസാര ഇരിക്കുന്നുണ്ടാവുള്ളൂ അല്ലെ? ഓക്കെ, അപ്പൊ പരമാവധി ശ്രമിക്കുക. ഒരു പരിധിക്കുള്ളിൽ നിർബന്ധിക്കുന്ന എങ്ങനെയാ? ഓക്കെ, അപ്പൊ നമുക്ക് ഈ ആദ്യത്തെ ഈ ഒരു കണ്ടീഷൻ വരെ കിട്ടിയിട്ടുണ്ട്. നമുക്ക് ബാക്കി നമുക്ക് ഒരു ചെറിയ 5 മിനിറ്റ് ബ്രേക്കിന് ശേഷം തുടരാം. ഓക്കെ, ഉറങ്ങിയേക്കല്ലേ, തിരിച്ചു വന്നേക്കണം. ഓക്കെ, 5 മിനിറ്റ് ബ്രേക്കിന് ശേഷം ജോയിൻ ചെയ്യുക കേട്ടോ. അറ്റൻഡൻസ് ഒന്നും ഇപ്പൊ പറയണ്ട, അടുത്തതിൽ കാണാം. ഓക്കെ, താങ്ക് യു.
ഓക്കെ, അപ്പൊ നമുക്കിപ്പോ ഈ ഒരു കണ്ടീഷൻ വരെ നമുക്ക് കിട്ടിയില്ലേ? ആ ഒരു കണ്ടീഷൻ നമുക്ക് ശരിയാണ് എന്ന് കിട്ടിയിട്ടുണ്ട്. അങ്ങനെയാണ് നമുക്ക് അടുത്ത സ്റ്റെപ്പായിട്ട് ഇനി നമ്മൾ ചെയ്യേണ്ടത്. അടുത്ത സ്റ്റെപ്പായിട്ട് നമ്മൾ ചെയ്യേണ്ടി വരിക AST2 കണ്ടുപിടിക്കാം. AST2 is equal to എത്രയാണ് എന്ന് കണ്ടുപിടിക്കണം. അതിനു വേണ്ടി നിങ്ങൾ കോഡ് എടുത്താൽ നമുക്ക് കാണാൻ സാധിക്കും. പറഞ്ഞുതരാം. ഓക്കെ, ഇവിടെ AST equal to AST1 plus AST2 കണ്ടോ? AST2 എന്ന് പറഞ്ഞിട്ട് നമ്മുടെ 96ാമത്തെ പേജിനകത്തുണ്ട്. ഓക്കെ, അതാരം വായിച്ചു തരുമോ? വായിപ്പിക്കണോ? കാരണം നിങ്ങൾ കോഡ് എടുത്ത് വെക്കണം, കോഡ് എടുത്ത് വെച്ചേ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ ഞാൻ ഈ ക്ലാസ്സിന്റെ ഇടയ്ക്ക് പറയുന്ന വാല്യൂസ് നിങ്ങൾ എഴുതി മെയിൻറ്റെയിൻ ചെയ്യണം. കോഡ് ഇല്ലാണ്ട് നമുക്ക് എക്സാം പാസ് ആവാൻ പറ്റില്ല കേട്ടോ. മുഹമ്മദ് കൈസെ ഉണ്ടോ അവിടെ? മുഹമ്മദ് കൈസി. ഓക്കെ, കേൾക്കുന്നുണ്ടോ? ഉണ്ട് സാറേ. ഓക്കെ, ഈ വാല്യൂ ഒന്ന് പറഞ്ഞു തരുമോ എത്രയാന്ന്? കേൾക്കുന്നുണ്ട്. കോഡ് ഉണ്ടോ? കോഡ് ഉണ്ട്. ഓക്കെ, 96ാമത്തെ പേജ് എടുത്തേ. 96. കോഡ് തുറന്നില്ല ഇത്ര നേരം. ആ കോഡ് തുറന്നു പഠിച്ചാ. ഒന്നുകൂടെ തുറന്നോ. അതിന്റെ റൈറ്റ് സൈഡിൽ താഴെയായിട്ട് കാണുന്നുണ്ടോ ഒരു AST2 എന്നൊക്കെ പറഞ്ഞ്? ഓക്കെ, അതൊന്ന് വായിച്ചേ. നമുക്ക് ആദ്യം ഉള്ളത് AST is equal to AST1 plus AST2 എന്ന് കാണാം. അതിൽ നിന്ന് AST2 എത്രയാണെന്ന് പറഞ്ഞേ? AST2 എത്രയാണാ? AC into FSC I ആണ് എല്ലാം. FSC I 0.87 FY divided by FSC 0.87 FY അല്ലേ? ഇതിനകത്ത് ASC എത്രയാണ് കിട്ടിയ? AC എന്ന് പറഞ്ഞ നമുക്ക് കിട്ടിയേക്കുന്ന എത്രയാ കണ്ടില്ലേ? കൈസേ കേൾക്കുന്നുണ്ടോ? ഹലോ. അപ്പൊ ഹലോ കേൾക്കാം. ASC എത്രയാ? 229.19. 226.19. ഓക്കെ. FSCയോ? FSC ഇവിടെ കിട്ടിയില്ലേ? FSC എന്ന് പറയുന്നത് ഓക്കെ നമ്മൾ എടുക്കേണ്ടത് ഇപ്പൊ നമുക്കിവിടെ FSC കിട്ടിയേക്കുന്നത് 583.33 ആണ് അല്ലെ? പക്ഷെ നമ്മള് ഇതിനേക്കാളും ചെറിയ വാല്യൂ അല്ലേ ഇതായിട്ട് കിട്ടിയേക്കുന്നത്? 0.87 FY ആയിട്ട് കിട്ടിയേക്കുന്നത്. ഓക്കെ, ആ വാല്യൂ ആണ് നമ്മൾ ഇവിടെ ഉപയോഗിക്കേണ്ടത്. ഓക്കെ, ജസ്റ്റ് കാണുക. 361.05 divided by 0.87 FY എന്ന് പറയുന്നത് എത്രയാ? FY 415. അതെ, റെഡിയാ. ഓക്കെ, ഇത് സോൾവ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് AST2 കിട്ടും. AST2 ഒന്ന് സോൾവ് ചെയ്തിട്ട് പറഞ്ഞ ആരെങ്കിലും കൈസ് മ്യൂട്ട് ചെയ്തോ. എത്ര കിട്ടുക? 226.19. ഓക്കെ, ഇത് കിട്ടുന്നത് 226.19 mm². ഓക്കെ, റെഡി. അപ്പൊ നമുക്കിനി AST2 കിട്ടി, AST അറിയാം. AST എന്ന് പറയുന്നത് എത്രയായിരിക്കും? മൊത്തത്തിലുള്ള റീഇൻഫോഴ്സ്മെന്റിന്റെ ഏരിയ അല്ലേ? മൊത്തത്തിൽ വന്നിരിക്കുന്ന റീഇൻഫോഴ്സ്മെന്റിന്റെ ഏരിയ. അങ്ങനെയാണ് നമുക്ക് AST1 കണ്ടുപിടിക്കാൻ സാധിക്കണം. AST1 എന്ന് പറയുന്നത് നമ്മൾ ഈ പറയുന്ന AST മൈനസ് AST2 ആയിരിക്കും. ഓക്കെ, AST നമുക്ക് നേരത്തെ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. റീഇൻഫോഴ്സ്മെന്റിന്റെ ഈ ഒരു ഏരിയ മൊത്തത്തിലുള്ള ടെൻസൈൽ റീഇൻഫോഴ്സ്മെന്റിന്റെ ഏരിയ ആയിരിക്കും. അത് എന്ന് പറയുന്നത് 1256.63 മൈനസ് 226.19.
ഓക്കെ, നമ്മൾ ഈ കംപ്രഷൻ റീഇൻഫോഴ്സ്മെന്റ് ഏരിയക്ക് പകരം നമ്മൾ എടുക്കേണ്ട ഏരിയ ആണ് ഈ കാണുന്ന AST FSC ഡിവൈഡ് ബൈ 0.87 FI. അപ്പം അത് കണ്ടുപിടിച്ചു. അതിൽ നിന്ന് നമുക്ക് AST 1 കിട്ടും. AST 1 എന്ന് പറയുമ്പോൾ ഇത് സോൾവ് ചെയ്യുമ്പോഴത്തേക്കും കിട്ടുക 1030 mm² എന്ന് കിട്ടും. ഇത്രയും സ്റ്റെപ്പ് മനസ്സിലായോ? അതായത് ജസ്റ്റ് നമുക്ക് ASC കിട്ടിയിട്ടുണ്ട്, പിന്നെന്താണ് FSC നമുക്ക് കണ്ടുപിടിച്ചിട്ടുണ്ട്. FSC നമ്മൾ ജസ്റ്റ് ചെക്ക് ചെയ്തിട്ടുണ്ട്. FSC ഒരിക്കലും 0.87 FI-നേക്കാളും കൂടാൻ പാടില്ല. ഓക്കെ, അപ്പൊ നമുക്ക് ആ വാല്യൂ ചെക്ക് ചെയ്തത് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? FSC ഈസ് നോട്ട് ഗ്രേറ്റർ ദാൻ 0.87 FI. അപ്പൊ നമ്മൾ ഈ ഒരു കേസിൽ നമ്മൾ FI ആയിട്ട് കൊടുക്കുന്നത് അല്ലെങ്കിൽ FSC ആയിട്ട് കൊടുക്കുന്നത് 0.87 FI ആയിരിക്കും. ആ ഒരു കാര്യം മാത്രം ഒന്ന് ഓർത്താൽ മതി. ഡിവൈഡ് ബൈ 0.87 × 415. അപ്പം ഇതിൽ നിന്ന് നമുക്ക് AST 2 കിട്ടും. അതിൽ നിന്ന് നമുക്ക് AST 1 എന്ന് പറയുന്നത് നമ്മൾ എഫക്റ്റീവ് ആയിട്ട് എത്രയാണ് ഇതിനകത്ത് ഉപയോഗിക്കുന്ന ഏരിയ എന്ന് ജസ്റ്റ് അതിനകത്ത് കാണാം. നമുക്ക് ആ കോഡിനകത്ത് എഴുതിയിട്ടുണ്ട്. AST ഉണ്ട്, AST 1 ഏരിയ ഓഫ് ടെൻസൈൽ റീഇൻഫോഴ്സ്മെന്റ് ഫോർ എ സിംഗിൾ റീഇൻഫോഴ്സ് സെക്ഷൻ ഓഫ് MU ലിമിറ്റ്. അതായത് നമ്മൾ നേരത്തെ പോലെ ഒരു സെക്ഷൻ എടുക്കുന്നതെങ്കിൽ അതിന് ഈക്വലന്റ് ആയിട്ട് നമ്മൾ ഇവിടെ കൊടുക്കേണ്ട ഏരിയ ഓഫ് സ്റ്റീൽ. ഓക്കെ, ഒരു ഡബിൾ റീഇൻഫോഴ്സ്മെന്റിനെ ഒരു ഈക്വലന്റ് ആയിട്ട് കൊടുക്കുന്ന സ്റ്റീലിനെയാണ് നമ്മൾ AST 1 എന്ന് പറഞ്ഞ് ഡിനോട്ട് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഇത്രയും കാര്യങ്ങൾ കിട്ടിയല്ലോ അല്ലെ? എനി ഡൗട്ട്? അയ്യോ, വളരെ ശരിയായല്ലോ. ആർക്കെങ്കിലും സംശയം ഉണ്ടോ? ഓക്കെ ആണെങ്കിൽ ഓക്കെ ആണ് എന്ന് പറ. ഓക്കെ, നിങ്ങൾ ഞാൻ ഈ പറയുന്ന സമയത്തൊക്കെ ഓക്കെ പറയുന്നതിനാണ് നിങ്ങളുടെ അറ്റൻഡൻസ് വരിക കേട്ടോ. അറിയാലോ അല്ലെ? ഞാൻ അല്ലാണ്ട് അറ്റൻഡൻസ് എടുക്കത്തില്ല. ഓക്കെ, അപ്പൊ നമുക്ക് AST 1 കിട്ടി. ഇനി നമ്മൾ നേരത്തെ പോലെ തന്നെ നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടി വരിക? അടുത്തതായിട്ട് നമ്മൾ XU/D കണ്ടുപിടിക്കാം. നേരത്തെ ഒക്കെ നമ്മൾ അങ്ങനെ തന്നെ കണ്ടുപിടിച്ചത്. എന്നിട്ടാണ് നമ്മൾ ആ ഒരു MU ലിമിറ്റിന്റെ ഇക്വേഷനിലേക്ക് അത് കിട്ടും. ഇനി അടുത്ത സ്റ്റെപ്പായിട്ട് നമ്മൾ XU/D കണ്ടുപിടിക്കണം. XU/D നമ്മൾ ആദ്യം ഉപയോഗിക്കുന്ന അതേ ഇക്വേഷൻ തന്നെ പേജ് നമ്പർ 96ന്റെ ലെഫ്റ്റ് സൈഡിൽ ടോപ്പിലായിട്ട് കാണാം ഈ ഒരു ഇക്വേഷൻ. 0.87 FI AST ഡിവൈഡഡ് ബൈ 0.36 FCK B × D. ഓക്കെ, ഇതിനകത്ത് ആകെ നമ്മൾ ഓർക്കേണ്ടത് ഈ ASTക്ക് പകരം നമ്മൾ ഉപയോഗിക്കേണ്ടത് AST 1 ആണ്. അപ്പൊ അത് സോൾവ് ചെയ്യുമ്പോൾ കിട്ടുക 0.87 FI എന്ന് പറയുന്നത് 415 × 1030 ഡിവൈഡഡ് ബൈ 0.36 FCK എന്ന് പറയുന്നത് 20 × B 250. ഓക്കെ, ഇപ്പൊ ജസ്റ്റ് ഇവിടെ നമ്മൾ XU ഡെപ്ത് നമുക്കറിയാലോ അല്ലെ? ഡെപ്ത് എത്രയായിരുന്നു? 500 അല്ലെ? ജസ്റ്റ് നമുക്ക് ഇവിടെ 500 ഇതാണ് XU/D. നമുക്ക് വേണ്ടത് XU ആണെങ്കിൽ എന്താണ്? ഈ ഡിനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുപോകും അല്ലെ? ജസ്റ്റ് നമ്മളിവിടെ XU ആണ് കണ്ടുപിടിക്കേണ്ടത്. XU/Dന് പകരം XU ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് കുത്തിവരക്കല്ലേ 0.87 × 415 × 1030 ഡിവൈഡഡ് ബൈ 0.36 × 20 × 250. ഓക്കെ, ഇത് സോൾവ് ചെയ്യുമ്പോൾ എത്ര കിട്ടുക? സോൾവ് ചെയ്യോ? ആ 1030.44. ഓക്കെ, കുഴപ്പമില്ല, ഒന്ന് റൗണ്ട് ചെയ്യുന്നത് മാത്രം. ഇത് സോൾവ് ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂ 0.413 അല്ലല്ലോ. XU എത്ര കിട്ടിയ? XUവിന്റെ വാല്യൂ കിട്ടുന്നത് ഒന്ന് ചെക്ക് ചെയ്യട്ടോ. 206. ഓക്കെ, 6 കറക്റ്റ് ആണ്. ഷബാന കറക്റ്റ് പറഞ്ഞു. ഓക്കെ, റെഡി. ശ്രീജിത്യ ഇത്രയും MM ആണ്. ഓക്കെ, 206.6 mm. ഓക്കെ, റെഡി അല്ലേ? ഇപ്പൊ നമുക്ക് XU കിട്ടി. ഇനി നമ്മൾ XU കിട്ടിക്കഴിഞ്ഞാൽ നേരെ നമുക്ക് മൊമെന്റ് ഓഫ് റെസിസ്റ്റൻസ് കണ്ടുപിടിച്ചാൽ മതി. പക്ഷെ ഇതിനകത്ത് മൊമെന്റ് ഓഫ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ഒരു ചെറിയ കാര്യം ഓർക്കാനുണ്ട്. അപ്പൊ ഈ ഒരു ഇക്വേഷൻ നിങ്ങൾ ഒന്നെങ്കിൽ പഠിക്കുക അല്ലെങ്കിൽ ആ കോഡിൽ തന്നെ നോക്കിയിട്ട് ഞാൻ പറഞ്ഞുതരാം. ഇപ്പം ജസ്റ്റ് കാണാം. MU
ഇതാണ് നമുക്ക് കണ്ടുപിടിക്കണം. മൊമെന്റ് ഓഫ് റെസിസ്റ്റൻസ് ഓഫ് ദി സെക്ഷൻ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. mu will be equal to okay 0.87 Fi AST1 into D minus 0.42 XU plus FSC AC into D minus D dash. ഓക്കെ, ഇതാണ് നമ്മുടെ ഇക്വേഷൻ. അപ്പം അത് ഓർക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് നമ്മൾ XU/Dന്റെ ഇക്വേഷൻ എഴുതിയില്ലേ, XU/Dന്റെ ഇക്വേഷൻ എഴുതി. ഇപ്പം ഈ ഒരു ഭാഗം കണ്ടില്ലേ 0.87 Fi AST. ഓക്കെ, ഇനി നമ്മൾ MUന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ നേരത്തെ അതിനകത്ത് താഴെ കാണാനുണ്ട്. താഴത്തെ ഇക്വേഷൻ നോക്കുക, 0.36 എന്ന് പറഞ്ഞ് തുടങ്ങുന്ന ഒരു ഇക്വേഷൻ ഇല്ലേ, അതിനകത്ത് D into 1 minus 0.42 XU max by D എന്ന് പറഞ്ഞില്ലേ. ഇതിനകത്ത് നമ്മൾ D പുറത്തേക്ക് എടുക്കുന്നില്ല, നേരെ ഉള്ളിൽ തന്നെ വെക്കും. അപ്പൊ എത്ര വരും? D minus 0.42 XU max എന്ന് കിട്ടില്ല. ഈ ഒരു വാല്യൂ നേരെ നമ്മൾ ഇതിന്റെ കൂടെ അങ്ങോട്ട് ആഡ് ചെയ്യും. അപ്പൊ ജസ്റ്റ് നോക്കിക്കേ, 0.87 Fi AST1 into D minus 0.42 XU. ഫസ്റ്റ് ടേം കിട്ടിയല്ലോ, ഫസ്റ്റ് ടേം കിട്ടിയില്ലേ. ഇനി നമുക്ക് കോഡിന്റെ മേലെ തന്നെ കാണാനുണ്ട്, ഇതാണ് നമ്മുടെ റീഇൻഫോഴ്സ്മെന്റ്, ഈ ഒരു കംപ്രഷൻ റീഇൻഫോഴ്സ്മെന്റിന്റെ ഏരിയ FSC AC into D minus D dash. അപ്പൊ നമുക്ക് ഇതിൽ നിന്ന് MU ലിമിറ്റും കൂടി ഇങ്ങോട്ട് ആഡ് ചെയ്യുകയാണ് ചെയ്തേക്കുന്നത്. MU is equal to, നിങ്ങൾ കോഡിനകത്ത് എഴുതരുത്, MU ലിമിറ്റ് പ്ലസ് FSC AC into D minus D dash. അപ്പൊ ഇതിനകത്ത് MU ലിമിറ്റ് കണ്ടുപിടിക്കുന്നതിന് പകരമാണ് നമ്മൾ ലെഫ്റ്റ് സൈഡ് നോക്കിയിട്ട് 0.87 Fi AST1 into D minus 0.42 into XU എന്ന് പറഞ്ഞ് എഴുതിയത്. ഓക്കെ, ഇക്വേഷൻ പഠിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ കോഡിൽ നിന്ന് തന്നെ ഓർക്കാൻ പറ്റും. 0.87 Fi AST1 into D minus 0.42 XU plus FSC into AC into D minus D dash. ഓക്കെ, അപ്പം ഇത് സോൾവ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് അതിന്റെ വാല്യൂസ് ഒക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം. ഓക്കെ, വാല്യൂസ് ഇട്ട് കൊടുക്കുമ്പോഴത്തേക്കും 0.87 Fi എന്ന് പറയുന്നത് 415, AST എന്ന് പറയുന്നത് AST1 ആണ് 1030, 0.44 എന്നൊക്കെ പറഞ്ഞു അല്ലെ, ഇൻറ്റു D എന്ന് പറയുന്നത് 500 മൈനസ് 0.42 XU നമുക്കറിയാലോ, ഇൻറ്റു 206.6 അല്ലെ, പ്ലസ് FSC അറിയാലോ, FSC എന്ന് പറയുന്നത് 361.05 ഇൻറ്റു ASC നമ്മൾ ആദ്യം കണ്ടുപിടിച്ചിട്ടുണ്ട് 226.19 ഇൻറ്റു D എന്ന് പറയുന്നത് 500 മൈനസ് D ഡാഷ് എന്ന് പറയുന്നത് 40, 500 മൈനസ് 40. ഓക്കെ, ഇതൊന്ന് സോൾവ് ചെയ്ത് നോക്കിക്കേ, ഇത് സോൾവ് ചെയ്ത് എത്ര വരും? ഓക്കെ, ഇത് സോൾവ് ചെയ്യാൻ നോക്കുക. മനസ്സിലായവര്, അല്ലാത്ത ആർക്കെങ്കിലും ഇത് ഏതെങ്കിലും ഒരു പോയിന്റ് മനസ്സിലായിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഈ സമയത്ത് ചോദിക്കാം. ഓക്കെ, സംശയം ഉണ്ട് ചോദിക്കാലോ. സഫ്വാന അൺമ്യൂട്ട് ചെയ്തേ. ഇവിടെ ഉണ്ടോ? ഓക്കെ, മനസ്സിലായോ? ഏതെങ്കിലും ഭാഗങ്ങൾ കിട്ടാനുണ്ടോ? ഹലോ ആ പറഞ്ഞു ഫുള്ള് മനസ്സിലായോ? എങ്ങനെയാണ് ചോദിക്കാനാ? മനസ്സിലായോ? ഈ ഒരു ഇക്വേഷൻ വന്നത് വാല്യൂ കിട്ടിയോ? ചെയ്യട്ടെ. ആ ഓക്കെ, മ്യൂട്ട് ചെയ്തോ. അർജുൻ കേൾക്കുന്നുണ്ടോ? സാർ കേക്കുന്നുണ്ട്. ഓക്കെ, മനസ്സിലായോ? കുഴപ്പമുണ്ടോ? ഇല്ല, കുഴപ്പമില്ല. ചെയ്തു നോക്കിയോ? ആൻസർ കിട്ടിയോ? ഇല്ല, ചെയ്യാ. എല്ലാം കിട്ടിയോ? ഇപ്പൊ ഈ പറഞ്ഞ ഏത് ചോദിച്ചാലും നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ഞാൻ ക്ലാസ് കുറച്ച് ലേറ്റ് ആയിട്ട് കയറി, നേരത്തെ സെഷൻ അവസാനം കയറിയേ. അപ്പൊ ഈ ക്ലാസ് മൊത്തം കേട്ടിട്ടില്ല? ഇല്ല, തുടക്കം കിട്ടിയില്ല.
അപ്പൊ പിന്നെ ഒടുക്കം ശരിയാവോ? ഞാൻ ചെയ്ത് നോക്കുന്നുണ്ട് സാർ. ചെയ്തു. ഓക്കെ, 1.39 അല്ലല്ലോ അനീഷ. 1.39 ആണോ കിട്ടിയത്? ഓക്കെ, 191.23 റെഡിയാണ്. ഐശ്വര്യ സത്യം കറക്റ്റ് ആണ് കേട്ടോ. അപ്പൊ ആൻസർ എന്ന് പറയുന്നത് 191.303 കിലോ ന്യൂട്ടൺ മീറ്റർ മൊമെന്റ് ഓഫ് റെസിസ്റ്റൻസ്. ഓക്കെ, ഒരു ഡബ്ല്യു റീഇൻഫോഴ്സ്ഡ് ബീമിന്റെ മൊമെന്റ് ഓഫ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ ഇത്രയാണ് നമ്മുടെ ചെയ്യേണ്ടത്. വേണം ജസ്റ്റ് ഒന്ന് സമ്മറൈസ് ചെയ്ത് പറഞ്ഞുതരാം. നമുക്ക് ആദ്യം തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ നിന്ന് നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? ക്യാപിറ്റൽ ഡിയിൽ നിന്ന് കവർ കുറച്ച് നമ്മൾ സ്മോൾ ഡി എഫക്റ്റീവ് ഡെപ്ത് കണ്ടുപിടിച്ചു. ഇനി ഡി ഡാഷ് എന്ന് പറയുന്നത് കംപ്രഷൻ റീഇൻഫോഴ്സ്മെന്റ് വരെയുള്ള ആ ഒരു ഡെപ്ത് ആണ് ഡി ഡാഷ്. ഓക്കെ, അതിനുശേഷം നമ്മൾ എന്താ ചെയ്തത്? AST കണ്ടുപിടിച്ചു അല്ലെ? AST 1 അതായത് ടെൻസൈൽ റീഇൻഫോഴ്സ്മെന്റിന്റെ ഏരിയ കണ്ടുപിടിച്ചു, കംപ്രഷൻ റീഇൻഫോഴ്സ്മെന്റിന്റെ ഏരിയ കണ്ടുപിടിച്ചു. ഓക്കെ, അതായത് തന്ന ആ ക്വസ്റ്റ്യനിൽ തന്നെ നമുക്ക് ഇത്രയും കാര്യങ്ങൾ ആദ്യം തന്നെ കിട്ടും. ഇനിയാണ് നമ്മൾ മെത്തേഡിലേക്ക് പോകുന്നത്. അപ്പൊ ഏറ്റവും ആദ്യം തന്നെ നമ്മൾ 191.30 ആണ് കേട്ടോ. ഇനിയാണ് നമ്മൾ മെത്തേഡിലേക്ക് പോകുന്നത്. അപ്പൊ ആദ്യം തന്നെ നമുക്കറിയാം FSC ഇൻറ്റു, അതായത് FSC കണ്ടുപിടിക്കണം. ആ കോഡിലെ വലത്തേ സൈഡിലായിട്ട് തന്നിട്ടുണ്ട്. FSC is equal to 0.0035 ഇൻറ്റു XU max മൈനസ് D dash ഡിവൈഡഡ് ബൈ XU max. ഇത് സ്ട്രെയിൻ ആയി ഇൻറ്റു എന്തുകൂടെ ചെയ്യണം? ES കൂടെ ചെയ്യുമ്പോൾ നമുക്ക് ഈ കംപ്രഷൻ റീഇൻഫോഴ്സ്മെന്റ് കാരണമുള്ള സ്ട്രെസ് കിട്ടും. അപ്പം ഇതിനകത്ത് നമ്മൾ XU max ഉപയോഗിക്കാനായിട്ട് എന്ത് ചെയ്യണം? XU max എന്ന് പറയുന്നത് ആ ഒരു ലിമിറ്റിംഗ് വാല്യൂ അല്ലേ? ഇപ്പൊ ഇവിടെ 415 ആയതുകൊണ്ട് 0.48 ഇൻറ്റു എത്ര ചെയ്യണം? 0.48 ഇൻറ്റു ഡി ഡെപ്ത് ചെയ്യണം 500. അപ്പൊ ആ ഒരു വാല്യൂ ഇവിടെ ഇട്ട് കൊടുക്കണം XU max ബൈ ഡി. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? AST ഷുഡ്, ഓക്കെ, ഒരു കണ്ടീഷൻ ഉണ്ട്. FSC ഷുഡ് നോട്ട് ബി ഗ്രേറ്റർ ദാൻ 0.87 FI. ഇങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ FSCക്ക് പകരം 0.87 FI ആണ് ഇനി മുതൽ നമ്മൾ ഇട്ട് കൊടുക്കേണ്ടത്. ഓക്കെ, അതിനുശേഷമാണ് നമ്മൾ എന്ത് കണ്ടുപിടിക്കേണ്ടത്? AST2 നമ്മുടെ ഇക്വേഷൻ തന്നിട്ടുണ്ട്. 96 പേജിന്റെ വലത്തെ സൈഡിൽ താഴെയായിട്ട് കാണാനുണ്ട്. AC ഇൻറ്റു FSC ഡിവൈഡഡ് ബൈ 0.87 FI. അപ്പൊ നമുക്ക് AST2 കിട്ടും. AST2 കിട്ടിയാൽ നമുക്ക് AST കണ്ടുപിടിക്കാം. AST1 കണ്ടുപിടിക്കാം. അതായത് മൊത്തത്തിലുള്ള AST മൈനസ് AST2 ചെയ്താൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? AST1 കണ്ടുപിടിക്കാൻ സാധിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് AST1 കിട്ടി, AST2 കിട്ടി. ഈ ഒരു കണ്ടീഷൻ ചെക്ക് ചെയ്തു, XU max കണ്ടുപിടിച്ചു. ഒരു പ്രൊസീജിയർ ഒന്ന് ഓർക്കുക. ഓക്കെ, ഈ AST1 കണ്ടുപിടിച്ചാൽ നമുക്ക് പിന്നെ കണ്ടുപിടിക്കാനുള്ളത് XU ആണ്. XU എന്ന് പറയുന്നത് 0.87 FI AST1 divided by 0.36 FCK B. ഓക്കെ, XU ആണെന്ന് ഓർക്കണം. അപ്പൊ XU ബൈ ഡി ചെയ്യണ്ട. ഇത് കണ്ടുപിടിച്ചാൽ നമുക്ക് XU കിട്ടി. പിന്നെ നമ്മൾ നേരെ മൊമെന്റ് ഓഫ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കണം. മൊമെന്റ് ഓഫ് റെസിസ്റ്റൻസിന്റെ ഇക്വേഷൻ അതൊന്നും ഓർക്കണം. 0.87 FI AST ഇൻറ്റു ഡി മൈനസ് 0.42 XU അല്ലെ? ഞാനിപ്പോ 2 പ്രാവശ്യം പറഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് തന്നെ കിട്ടിയപ്പോൾ നിങ്ങൾക്ക് കിട്ടേണ്ടതാണ്. അപ്പൊ ആ വാല്യൂസ് ഒന്ന് ഓർത്താൽ മതി. ഓക്കെ, റെഡിയാണോ? ഇപ്പൊ ഈ പറഞ്ഞ നമ്മളൊരു ഡബ്ല്യു റീഇൻഫോഴ്സ് സെക്ഷന്റെ മൊമെന്റ് ഓഫ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാനുള്ള പ്രൊസീജിയർ ആണ് ഇപ്പൊ പറഞ്ഞത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? റിപ്പീറ്റ് ചെയ്യണോ? ഒന്ന് പറയോ? ഒന്നും കൂടെ പറഞ്ഞു തരണമെങ്കിൽ പറഞ്ഞു തരാം, അല്ലെങ്കിൽ നമുക്ക് നിർത്താം. വേണ്ട, റെഡി അല്ലേ? റഫ്സാനോട് ചോദിക്കട്ടെ. മുഹമ്മദ് റഫ്സാൻ, ഒന്ന് നമുക്ക് ഒരുമിച്ച് പറയാം. നമ്മുടെ മുഹമ്മദ് അസ്ലമിന് മനസ്സിലായിട്ടില്ലാന്ന് തോന്നുന്നു. എന്റെ കൂടെ കൂടിയാ മതി. ഓക്കെ, നമ്മളപ്പോ ഇതാണ് ക്വസ്റ്റ്യൻ. നമുക്ക് വേഗം
Okay, a doubly reinforced beam, concrete beam having തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇതിന്റെ സെക്ഷൻ തന്നിട്ടുണ്ട്, വിഡ്ത്ത് ബി തന്നിട്ടുണ്ട്, ബി ഇതിൽ നിന്ന് കിട്ടും 250 എന്ന് കിട്ടി അല്ലേ? ഓവറോൾ ഡെപ്ത് ക്യാപിറ്റൽ ഡി എത്രയാ? 540. അപ്പൊ നമുക്ക് ഇത് രണ്ടിൽ നിന്ന് നമുക്ക് പിന്നെ കവറും തന്നിട്ടുണ്ട്, കവർ 14 തന്നിട്ടുണ്ട് അല്ലേ? അപ്പൊ അതിൽ നിന്ന് നമുക്ക് ആദ്യം എഫക്റ്റീവ് ഡെപ്ത് കണ്ടുപിടിക്കാം. എത്രയാ വരിക? 540 മൈനസ് 40. ഓക്കെ, അപ്പൊ നമുക്ക് 500 കിട്ടി. ഇനി ഓക്കെ അതിന് അടുത്ത് നമുക്ക് ഡി ഡാഷ് കണ്ടുപിടിക്കണം. മേലത്തെ ആ ഒരു ഹൈറ്റ് അല്ലെ, കംപ്രഷൻ റീഇൻഫോഴ്സ്മെന്റ് വരെ ഡെപ്ത് എത്രയാ? 40. റെഡി. ഡി ഡാഷും കിട്ടി. ഇനി നമ്മൾ എന്താ കണ്ടുപിടിക്കണ്ടേ? AST1 അങ്ങനെ നോക്ക്, തന്നിരിക്കുന്ന വെച്ചിട്ട് AST എന്ന് പറയുന്ന സ്റ്റീൽ റീഇൻഫോഴ്സ്മെന്റിന്റെ ഏരിയ അല്ലെ? അത് എത്രയാണെന്ന് പറയോ? AST എത്രയാന്ന് പറയോ? എന്ന് പറഞ്ഞു 5/4 into 20 square. ഇനി ASC എത്രയാണ്? കംപ്രഷൻ റീഇൻഫോഴ്സ്മെന്റിന്റെ ഏരിയ അത് 40 into 5/4 into 20 square അല്ലേ? 2 into അല്ലേ? 2 into sorry 2 into 12. ഓക്കെ റെഡി. അല്ല 12 5/4 into 12 square. ഓക്കെ, ഇനിയോ? അപ്പൊ AST കിട്ടി, ഇത്രയും കാര്യങ്ങൾ കിട്ടി. ഇനി നമ്മൾ എന്താ കണ്ടുപിടിക്കണ്ടേ? ഒരു കണ്ടീഷൻ ചെക്ക് ചെയ്യണം അല്ലേ? FSC should not be greater than 0.87 FI എന്ന് പറഞ്ഞ ഒരു കണ്ടീഷൻ ചെക്ക് ചെയ്യണം. അപ്പം അതിനു വേണ്ടിയിട്ട് നമുക്ക് ഈ FSC കണ്ടുപിടിക്കാൻ ഒരു ഇക്വേഷൻ നമ്മുടെ കോഡിനകത്ത് തന്നിട്ടുണ്ട് കേട്ടോ. ആ കോഡ് നോക്കിയിട്ട് ആ ഇക്വേഷൻ ഒന്ന് പറയോ വേഗം? FSC 0.0035 into XU max minus D dash divided by XU max. അതിനകത്ത് D dash എത്രയാ കൊടുക്കുക? നമ്മൾ എഴുതിയിട്ടുണ്ട് D dash, നമ്മൾ എഴുതിയല്ലോ. XU max D dash എത്ര എടുക്കുക? 40. റെഡി. ഓക്കെ, അപ്പൊ നമുക്ക് അതിനകത്തുനിന്നുള്ള XU max കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ആ ഒരു ലിമിറ്റിംഗ് വാല്യൂ നമ്മൾ കഴിഞ്ഞ ദിവസം കുറെ സ്റ്റീലിന്റെ ഒക്കെ XU max by D ചെയ്തില്ലേ? പേജ് നമ്പർ 70 തോന്നുന്നു. പ്രശ്നം കാണുന്നുണ്ടോ? വേണ്ടായിരുന്നു തോന്നുന്നുണ്ടോ റഫാന? ഇല്ല, പേജ് നമ്പർ 70 തന്നെ ഉണ്ട് കേട്ടോ. XU max by D 3 കേസിലുള്ള നമ്മൾ ഇതിനകത്ത് ഉപയോഗിക്കുന്നത് 415 ആയതുകൊണ്ട് 0.48 കിട്ടി. ഇനിയിപ്പോ നമുക്ക് തന്നിരിക്കുന്നത് ഒരു 500 ആണെങ്കിൽ XU max by D എന്ന് പറയുന്നത്, അല്ലെങ്കിൽ XU max എന്ന് പറയുന്നത് ഈക്വൽ ടു 0.46 എന്ന് പറഞ്ഞ് ചെയ്യേണ്ടി വരും. ഓക്കെ, 46. അപ്പം ഇപ്പൊ നമുക്ക് തന്നിരിക്കുന്നത് 415 ആയതുകൊണ്ട് 0.48 ആയിരുന്നു കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് XU കിട്ടി. ആ ഇക്വേഷനിൽ നിന്ന് FSC കണ്ടുപിടിക്കാം അല്ലെ? എന്നിട്ട് ഈ കണ്ടീഷനുമായിട്ടൊന്ന് ചെക്ക് ചെയ്യാം. അപ്പൊ നമുക്ക് മനസ്സിലാവും FSC ഇതിനേക്കാളും താഴെയാണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? ഇനി തൊട്ട് FSC എന്ന് കാണുന്നിടത്ത് 0.87 FI ആയിരിക്കണം ഉപയോഗിക്കേണ്ടത്. ഓക്കെ, റെഡി അല്ലേ റഫ്സാൻ? ഓക്കെ, ഇനി നമുക്ക് എന്താ വേണ്ടേ? ഇനി എന്താ ചെയ്യണ്ടേ? മറ്റേ പിടിക്കണോ? റഫ്സാൻ മടുത്തോ? എവിടെ പോയോ? റേഞ്ച് പോയെന്ന് തോന്നുന്നല്ലോ. അതിനുശേഷം നമ്മള് AST കണ്ടുപിടിക്കുക, എന്നിട്ട് AST1 കണ്ടുപിടിക്കുക, പിന്നെ അതിനുശേഷം XU കണ്ടുപിടിക്കുക. നമ്മള് ഉള്ളത്
അതൊന്ന് ചെയ്ത് നോക്കുക, സ്വന്തം ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം. നിങ്ങൾക്ക് ആർക്കെങ്കിലും അഡീഷണൽ ആയിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. രണ്ട് അസൈൻമെന്റ് ആയിട്ട് തരുന്നത് നമുക്ക് അടുത്ത ദിവസം കൂടുതൽ ചോദ്യങ്ങൾ ചെയ്യാം. അതിനുശേഷമായിരിക്കും നമ്മൾ സിംഗിൾ റീഇൻഫോഴ്സ് ബീമിന്റെ ഡബിൾ റീഇൻഫോഴ്സ് ബീമിന്റെ ലൈനിലേക്ക് പോകുന്നത്. ഓക്കെ, അപ്പൊ അത് നമുക്കൊരു 2 സെക്ഷൻ എടുത്താലും നമുക്ക് ഫസ്റ്റ് മോഡ്യൂൾ തീർക്കാൻ പറ്റും. അപ്പൊ നമുക്ക് സാവധാനം പോവാം, കുഴപ്പമില്ല. നിങ്ങൾക്ക് മനസ്സിലായി കിട്ടണം. ഇങ്ങനത്തെ ചോദ്യങ്ങളെ വരുള്ളൂ, കൂടുതൽ ചെയ്യാൻ പറ്റും. ഓക്കെ, നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ആർക്കെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് പേഴ്സണൽ ആയിട്ടാണെങ്കിലും ചോദിക്കാം, പ്രശ്നമൊന്നുമില്ല. ക്വസ്റ്റ്യൻസ് വേണേലും നിങ്ങൾക്ക് ചോദിക്കാം. ഓക്കെ, നിർത്താം. റസാൻ, അതിനെങ്കിലും ആരെങ്കിലും ഒരു മറുപടി പറയോ? ഓക്കെ, മനസ്സിലായിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും പറയാം. ഇല്ലെങ്കിൽ ഡൗട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഓക്കെ, എല്ലാവരും ബൈ ഒക്കെ പറഞ്ഞു പോകുന്നുണ്ട്. സംശയം ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം.